ഈ മരണം ആരുടെ ഉത്തരവാദിത്തമാണെന്നാണ് ഉല്ലാസ് കൗർ താങ്കൾ കരുതുന്നത്? ഒരു കുട്ടി മരിക്കുന്നു, അവിടെ ഒരു അനധികൃതമായ ഒരു ഷെഡിൻ്റെ നിർമ്മാണം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ആസ്ബറ്റോസ് ഷീറ്റാണ്. ആ ഷീറ്റും ഈ വൈദ്യുതി ലൈനും തമ്മിൽ ചേർന്ന് കിടക്കുകയാണ്. ഈ വൈദ്യുതി ലൈൻ എത്ര ഉയരത്തിൽ കെട്ടണം എന്നുള്ള കാര്യത്തിലൊക്കെ ചട്ടമുണ്ട്. ഈ ചട്ടമൊക്കെ മറികടക്കുന്ന രീതിയിൽ അവിടെ ഒരു അനധികൃത നിർമ്മാണം ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുക. കാരണം വൈദ്യുതി ലൈൻ അവിടെ നേരത്തെയുണ്ട്. ഇത് അപകടമുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കണമെന്ന് KSEB അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടും സ്കൂൾ പറഞ്ഞത് മീറ്റിങ്ങുകൾ ചേരട്ടെ എന്നാണ്. അപ്പോൾ ആ മീറ്റിംഗ് ചേരേണ്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് CPM അങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ല എന്ന് ഇപ്പോൾ CPM പ്രതിനിധി പറഞ്ഞത്. താങ്കൾക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഞാൻ ശ്രീ അരുൺ ബാബു പറയുമ്പോൾ വളരെ സങ്കടത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. ഇന്ന് രാവിലെ 9:30 മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വരാം. അല്ലെങ്കിൽ അതിൻ്റെ സ്കൂൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ മറ്റ് സാങ്കേതിക വശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മനുഷ്യത്വപരമായി നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. മനുഷ്യത്വം എന്ന് പറയുന്നതാണല്ലോ ആദ്യം. സത്യത്തിൽ ആ ദൃശ്യങ്ങൾ കേരളം കണ്ടു നടുങ്ങിയതാണ്. ഇത്രയധികം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ ഒരു കൈവയർ അല്ലെങ്കിൽ നമ്മൾ തുണിയൊക്കെ അലക്കാനിടുന്ന ഒരശ പോലെ അത്രയും അപകടകരമായ രീതിയിലാണ് ഈ ലൈൻ കിടക്കുന്നത്. ഇതെല്ലാവരും ദൃശ്യങ്ങൾ കണ്ടതാണ്. ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്ത വിഷമമാണ് നമുക്കുള്ളത്. ഒരു രാഷ്ട്രീയ സംവാദം എന്നതിനപ്പുറം ഇതിനെ മനുഷ്യത്വപരമായി നാം കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായി ഫിറ്റ്നസിൻ്റെ സാങ്കേതികതയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ കുടുംബത്തെ നമ്മളൊന്നും മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ആ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നാം ഒന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഓരോ ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ചർച്ചകൾ ചെയ്യും, അത് അവസാനിപ്പിക്കും. തുടർന്ന് അടുത്ത ദുരന്തത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരായി മലയാളി മാറുകയാണ്. ദയവായി ഇതിൽ സങ്കുചിത രാഷ്ട്രീയം കാണാതെ ഈ കുരുന്നുകളുടെ ജീവന് വില കൽപ്പിക്കേണ്ട ഒരു കാലം വല്ലാതെ നീണ്ടുപോവുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഈ കൽപ്പണിക്കാരനായ മനുവിൻ്റെയും തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ നാട്ടിൽ ഒരു പണിയുമില്ലാതെ പ്രവാസ ലോകത്തേക്ക് പോകേണ്ടി വന്ന, കുവൈറ്റിൽ പോയി അവിടെ ശരിയായ രീതിയിൽ തൊഴിൽ ലഭിക്കാത്തത് കൊണ്ട് മാത്രം 15 ദിവസത്തേക്ക് തുർക്കിയിലേക്ക് പോയിരിക്കുകയാണ് ആ അമ്മ സുജ എന്ന് പറയുന്ന മാതാവ്. ഈ കുടുംബത്തെ എനിക്ക് വളരെ നേരിട്ടറിയാവുന്ന ഒരു കുടുംബമാണ്. മനുവിനെ എനിക്ക് നന്നായി അറിയാം. ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക പശ്ചാത്തലം അറിയാം. അപ്പോൾ ഇന്ന് രാവിലെ കൽപ്പണിക്കാരനായ ഈ പറയുന്ന മനു, ഇന്ന് മഴയായതാൽ പുലർച്ചെ നല്ല മഴയായതിനാൽ തനിക്ക് പണിയില്ലാത്തതുകൊണ്ട് ഈ കുഞ്ഞു മകനെ, കേവലം 13 വയസ്സുള്ള ഈ കുഞ്ഞു മകനെ ആദിക്കാട് എന്ന് പറയുന്ന സമീപ പ്രദേശത്തെ ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ടാക്കിയിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് അവൻ ബസ്സിൽ വന്നു. അവിടെ കൂട്ടുകാരോടൊപ്പം സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. ഈ അപകടം സത്യത്തിൽ ഈ അപകടമുണ്ടാകുമ്പോൾ ഇവിടെ ശ്രീ അരുൺ ബാബു പറഞ്ഞ് വെള്ളപൂശാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, ഇവിടെ ഞങ്ങളൊക്കെ അവിടുത്തെ HMുമായി ഇവിടുത്തെ മന്ത്രി പറഞ്ഞല്ലോ, HMന് എന്താ പണിയെന്ന് മന്ത്രി തന്നെ ചോദിച്ചല്ലോ, വിദ്യാഭ്യാസ മന്ത്രി തന്നെ ചോദിച്ചല്ലോ. ഇത് ഒരു സ്കൂളിൻ്റെ മധ്യഭാഗത്തു കൂടിയാണ് ഈ 4 ഇലക്ട്രിക് ലൈനുകൾ കടന്നു പോകുന്നത്. അതിൻ്റെ താഴ്ഭാഗത്ത്, അതായത് 1 മീറ്റർ പോലും അകലത്തിലല്ലാതെ ഒരു അനുമതിയുമില്ലാതെ ഫിറ്റ്നസ് ലംഘിക്കപ്പെട്ട് അല്ലെങ്കിൽ കാലഹരണപ്പെട്ട ഒരു ബിൽഡിങ്ങിൻ്റെ, ഒരു ഓടിട്ട ബിൽഡിങ്ങിനോട് ചേർന്ന് അനധികൃതമായി പണിഞ്ഞ സൈക്കിൾ ഷെഡിൻ്റെ മുകളിൽ, ടിൻ ഷീറ്റുകൾക്ക് മുകളിൽ നിന്നുകൊണ്ടാണ് ഈ കുഞ്ഞി അപകടത്തിലേക്ക് നടന്നെടുക്കുന്നത്. ഈ സൈക്കിൾ ഷെഡ് എപ്പോൾ നിർമ്മിച്ചതാണെന്ന് ഗുരുതരമായ അനാസ്ഥ കാണിച്ചിട്ടുണ്ട്. എപ്പോൾ നിർമ്മിച്ചതാണ് ഈ സൈക്കിൾ ഷെഡ്? അറിയാം. 6 വർഷങ്ങൾ മാനേജ്മെൻറ്റ് പറയുന്നത്, അല്ലെങ്കിൽ സ്കൂൾ അധികൃതർ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഏകദേശം 9 വർഷമായി ഇത് ഷെഡിനെ. സത്യത്തിൽ ഇതൊരു 6 വർഷമേ ആയിട്ടുള്ളൂ. കാരണം ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളാണിത്. അപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾക്ക് വൈകാരികമായി ബന്ധമുള്ള സ്കൂളാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതുമായി ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ടെന്നും ഈ ഒരു ദുരന്ത മുഖത്ത് വന്ന് നിന്ന് സങ്കുചിതമായ രാഷ്ട്രീയം പറയാൻ, അങ്ങനെ ഒരു വികലമായ ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ സാധാരണ പാവപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ടവരും ദുർബല ജനവിഭാഗങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ദളിത് വിഭാഗങ്ങളും ഒക്കെ ആശ്രയിക്കുന്ന ഒരു സ്കൂളാണിത്. ഇവിടെ വരുന്ന പാവപ്പെട്ട കുട്ടികളുടെ ജീവൻ്റെ വില എന്താണ്? സത്യത്തിൽ ഇത് ഒഴിവാക്കപ്പെടാമായിരുന്ന
ഒരു ദുരന്തമല്ലേ ഇത്? അതായത് സ്കൂൾ അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിഷ്കർഷിച്ചിട്ടുള്ള സർക്കുലറുകൾ, അതിൻ്റെ നോംസുകളെല്ലാം എങ്ങനെയാണ് അവഗണിക്കപ്പെട്ടത്? ഭരണത്തിൻ്റെ ഹുങ്കല്ലേ? ഇവിടെ അരുൺ ബാബു, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, CPM ഒരു ബന്ധവുമില്ലെന്ന്. ഇങ്ങനെ വന്നിന് അരുൺ ബാബുവിനെ പോലുള്ളവർ പച്ചക്കള്ളം വന്ന് ചാനൽ 4 വന്നത് വിളിച്ച് പറയാൻ ഒരു 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 സാമാന്യ ബോധത്തിലെങ്കിലും പറയണ്ടേ? CPMൻ്റെ മൈനാപ്പിളി ലോക്കൽ കമ്മിറ്റി കിഴക്ക് സെക്രട്ടറിയാണ് ഇവിടുത്തെ മാനേജർ. അതുപോലെ തന്നെ ഇതിൻ്റെ മുഴുവൻ ഭരണസമിതി അംഗങ്ങളും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രദേശത്തെ അറിയപ്പെടുന്ന നേതാക്കൾ. ഇവിടെ P. രാജേന്ദ്ര പ്രസാദ് സാർ ഇവിടെ പഠിപ്പിച്ചിരുന്നു. അതവരൊക്കെ അധ്യാപകരായിരുന്നു. അവിടെ ഈ പറയപ്പെടുന്ന അധ്യാപകരായിട്ടുള്ള പല ആളുകളും എയ്ഡഡ് സ്കൂളുകളിൽ സ്വാഭാവികമായും അധ്യാപകരായി കടന്നു വരും. ശ്രീ P. രാജേന്ദ്ര പ്രസാദ് സാറിൻ്റെ അപ്പൂപ്പൻ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ശ്രീ ഗോവിന്ദൻ ചാന്നാൻ എന്ന് പറയുന്ന പഴയ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ, നാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളെ ആകൃഷ്ടരായി സ്ഥാപിക്കപ്പെട്ട ശ്രീ കുമ്പളത്ത് ശങ്കുപിള്ള പോലെയുള്ള മഹാരഥന്മാരുടെ അവരുടെ ഒക്കെ അനുഗ്രഹാശിസുകളോടെ തുടങ്ങിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇത്. പിന്നീട് CPM കമ്മിറ്റി പിടിച്ചെടുക്കുകയായിരുന്നു. സത്യത്തിൽ ഇത് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അരുൺ ബാബുവിൻ്റെ വാദങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുകയാണ്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ആവർത്തിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മൈനാഗപ്പള്ളി കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇതിൻ്റെ മാനേജർ. ഇതിൻ്റെ മുൻ മാനേജർ എന്ന് പറയുന്നത് CPMൻ്റെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ നിലവിലെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മാന്യദേഹമാണ് ഡോക്ടർ P.K. ഗോപൻ. അദ്ദേഹം ഇതിൻ്റെ മുൻ മാനേജറായിരുന്നു. അങ്ങനെ എത്രയോ ആളുകൾ ഇതിൻ്റെ മാനേജർമാരായിട്ടിരുന്നു. അപ്പോൾ അധികാര തുടർച്ചയുടെ ഹുങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അല്ല, ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിയില്ലെങ്കിലും ഫിറ്റ്നസ് ഉണ്ടായില്ല എങ്കിലും ഞങ്ങളെ സംരക്ഷിക്കാൻ മന്ത്രിയുണ്ട്, ഞങ്ങളെ സംരക്ഷിക്കാൻ പാർട്ടിയുണ്ട്, ഞങ്ങളെ സംരക്ഷിക്കാൻ മറ്റെന്തൊക്കെയോ ഉണ്ട് എന്ന മിഥ്യാധാരണയുടെ അടിസ്ഥാനത്തിൽ ഇവർ കൊണ്ടുവരുന്ന വെള്ളപൂശൽ വാദങ്ങളെ നിരാകരിച്ചു തന്നെ ഈ നമ്മുടെ ഈ പ്രദേശത്തെ പൊതുസമൂഹം ഒന്നാകെ പ്രതിഷേധത്തിലാണ്. അപ്പോൾ ആ പ്രതിഷേധത്തിൻ്റെ ഇടയിലേക്ക് വന്ന് ദയവായി ശ്രീമതി ചിഞ്ചുറാണി എന്ന് പറയുന്ന ഒരു മന്ത്രി, എനിക്ക് നേരിട്ടറിയാവുന്ന കുടുംബമാണ്, ഒരമ്മയല്ലേ ശ്രീമതി ചിഞ്ചുറാണി. ആ അമ്മ എന്താ പറഞ്ഞത്? ആ മന്ത്രിയായ അമ്മ എന്താ പറഞ്ഞത്? ആ കൊച്ചു പയ്യൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന്. അതെ, കൊച്ചു കുട്ടികളാവുമ്പോൾ കുരുത്തക്കേടും കുസൃതികളും കളികളുമൊക്കെ ഉണ്ടാവും. കൂട്ടുകാരൻ്റെ ചെരുപ്പ് ആ മുകളിൽ നിന്നും എടുക്കുന്നതിന് വേണ്ടി കയറിപ്പോയ പൊന്നുമകൻ, 13 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുടുംബത്തിൻ്റെ അത്താണിയാകേണ്ടിയിരുന്ന മിഥുൻ എന്ന് പറയുന്ന മകൻ്റെ മരണത്തിൽ, അകാല മരണത്തിൽ ഒരു നാട് മുഴുവൻ വിറങ്ങിച്ച് നിൽക്കുമ്പോഴാണ് മന്ത്രിമാർ തന്നെ വന്ന്, വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ഇത് HM എന്താ പണി, അതല്ലെങ്കിൽ KSEBയുടെ അനാസ്ഥയാണെന്ന് മാനേജ്മെൻറ്റ് പറയുന്നു, മാനേജ്മെൻറ്റ് അനാസ്ഥയാണെന്ന് KSEB പറയുന്നു, HM എന്താ പണിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. അപ്പോൾ ഇതെല്ലാം പരസ്പരം പഴിചാരുന്നതും അതിനിടയിലേക്കാണ് ഒരു പാവപ്പെട്ട ദുർബല വിഭാഗത്തിൽ നിന്നും പഠിക്കാനായി വന്ന ഒരു കുട്ടിക്ക് ഈ ദുരന്തമുണ്ടായത്. ഇത് കേരളത്തിലെ ഒരുപാട് കുട്ടികൾക്ക് ഒരു പക്ഷേ ഉണ്ടാകും. ഇവിടെ പറയുന്നു, ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം പ്രിയപ്പെട്ട സ്മൃതി. ഇവിടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പം എന്ന് ഇവരെല്ലാം പറയുന്നു. സിസ്റ്റത്തിൻ്റെ ടോപ്പാരാ? HM എന്താ പണിയെന്ന് ചോദിച്ചാൽ മന്ത്രി സിസ്റ്റത്തിൻ്റെ ടോപ്പാണെങ്കിൽ മന്ത്രിക്ക് എന്താ പണി? ഇല്ല, മന്ത്രി എല്ലാ സ്കൂളുകളും പോയി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്നുള്ളതല്ല. പക്ഷെ ഓരോ ജില്ലയിലെയും കണക്കെടുക്കുകയും അതിന്റെ വിശദമായ പരിശോധന നടത്താൻ ഉത്തരവാദിത്തം മന്ത്രിമാർക്കുണ്ട്. ശരി, ഞാൻ വരാം രഘുനാഥിലേക്ക്. തീർച്ചയായും ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.